പല എഞ്ചിനുകൾക്കും പല എഞ്ചിൻ ഓയിൽസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എഞ്ചിൻ ഓയിൽ മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാനിത് സമ്മതിച്ച് തരത്തില്ല. അതിപ്പം മാരുതിയുടെ ഷോറൂമാണെന്ന് പറഞ്ഞാലും എന്താണെങ്കിലും. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ മാറിക്കൊണ്ടേയിരിക്കുമോ? അതായത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ, അതായത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്വിഫ്റ്റ് വാഹനമാണെന്ന് വിചാരിക്കുക. സ്വിഫ്റ്റ് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ 5W30 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടോ യൂസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഈ സെയിം എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു പഴയ മോഡൽ ഓൾട്ടോ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് പല എഞ്ചിനുകൾക്കും പല എഞ്ചിൻ ഓയിൽസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എഞ്ചിൻ ഓയിൽ മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ചിലരെങ്കിലും പറയുമായിരിക്കും, ഞാനത് മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പവും വന്നിട്ടില്ല, ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അത് ശരിയാണോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഷോറൂമിൽ നിന്നൊരു പണി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് സിബി മന്നാരാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹായ്, മൈ വെഹിക്കിൾ ഈസ് S-Cross 1.5 പെട്രോൾ. റെക്കമെൻഡഡ് എഞ്ചിൻ ഓയിൽ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ മാനുവൽ ഈസ് 0W16 and the Nexa service station is using 5W20 engine oil for the last 2 services. When asked, service manager told it's a premium synthetic engine oil, gives you better performance to the engine. Why they are using unspecified oil apart from the recommended oil? Is it right or not? Please reply. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാനിത് സമ്മതിച്ച് തരത്തില്ല. അതിപ്പം മാരുതിയുടെ ഷോറൂമാണെന്ന് പറഞ്ഞാലും എന്താണെങ്കിലും, വേറൊന്നും കൊണ്ടല്ല. കാരണം ഞാൻ വർക്ക് ചെയ്തൊരു മാരുതിയുടെ ഷോറൂമിൽ തന്നെയാണ്. എല്ലാവർക്കും അറിയാം, ഇൻഡസ് മോട്ടോഴ്സ് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഏത് ഷോറൂമിലാണെന്ന് പറഞ്ഞാലും സർവീസിന് കൊടുക്കുന്ന വാഹനത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഷോറൂമിൽ സർവീസിന് കൊടുക്കുന്നു, അത് നിങ്ങൾ ആദ്യം ചിന്തിച്ച് നോക്കാം. ഷോറൂമിൽ സർവീസിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരോടുള്ള വിശ്വാസമാണ്. മാരുതി എന്ത് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാരുതിയുടെ വണ്ടിയോ ഹുണ്ടായുടെ വണ്ടിയോ ടാറ്റയുടെ വണ്ടിയോ ഏത് വാഹനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അവരുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. കാരണം വേറൊന്നുമല്ല, എങ്ങനെയാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ആ രീതിക്ക് ചെയ്തു തരും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 5W20 ഗ്രേഡാണ് അവർ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അവരുടെ കമ്പനി ലെറ്റർ ഹെഡിൽ തന്നെ അവരോട് എഴുതി തരാൻ പറയുക, ഈ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഒരു കുഴപ്പവും വരില്ല. അങ്ങനെ എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ചെയ്തോളാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ എഴുതി തരത്തില്ലെന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തതിന് എന്താണ് അവർക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്നതെന്നും കൂടെ ചോദിക്കുക. കാരണം കമ്പനി എന്തുകൊണ്ടൊരു ഗ്രേഡ് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ്, ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ പെട്രോൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൽ പെട്രോളേ ഒഴിക്കാവുള്ളൂ, ഡീസൽ ഒഴിക്കാൻ പാടില്ല എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ പെട്രോൾ വാഹനത്തിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഓടുമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ചാൽ ഓടും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണെണ്ണ ഒഴിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അല്ല. ആ ഒരു രീതി തന്നെ നമുക്കിത് എടുക്കാൻ സാധിക്കും. അതായത് കൃത്യമായിട്ടുള്ളൊരു എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ട്, ആ ഗ്രേഡ് അല്ലാതെ വേറൊരു ഗ്രേഡ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടൊരു ഗ്രേഡ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കമ്പനി? കാരണം ആ വാഹനത്തിൻ്റെ എഞ്ചിൻ കൺസ്ട്രക്റ്റ് ചെയ്ത സമയത്ത് ഇന്ന ഗ്രേഡ് ഓയിൽ തന്നെ അതിൽ യൂസ് ചെയ്യണമെന്ന് വളരെ മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രേഡ് തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്, ചോദിച്ച് കൺഫേം ആക്കി ക്ലിയർ ആക്കിക്കോണം. കാരണം നാളെ ഒരു സമയത്ത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ റെക്കമെൻഡ് ചെയ്ത് ഈ ഒരു എഞ്ചിൻ ഓയിൽ ഒഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു കാര്യം വിട്ടുകൊടുക്കാതെ നേരെ ചെന്ന് ചോദിച്ചത് ക്ലിയർ ആക്കേണ്ടത് അത്യാവശ്യമാണ്. വെച്ചുകൊണ്ടിരുന്ന പണി മേടിക്കരുത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരും കൺഫേം ആക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏതാണ്, ആ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ഏതാണ്, ആ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ഗ്രേഡ് കൃത്യമായിട്ടുള്ളത് തന്നെയാണോ നിങ്ങളുടെ വാഹനത്തിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റി കൃത്യമായിട്ടുള്ള കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രേഡ് തന്നെ യൂസ് ചെയ്യുക.